തിരുവനന്തപുരത്ത് നിന്നുള്ള മെഡിക്കൽ മാലിന്യം തിരുനെൽവേലിയിൽ തള്ളുന്നതായി പരാതി. RCCയിൽ നിന്ന് ഉൾപ്പെടെയുള്ള മെഡിക്കൽ മാലിന്യമാണ് തിരുനെൽവേലിയിൽ തള്ളുന്നത്. പ്രദേശവാസികൾ പരാതിപ്പെട്ടിട്ടും തമിഴ്നാട് സർക്കാർ നടപടിയെടുക്കുന്നുമില്ല. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭം നടത്തുമെന്ന് തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വ്യക്തമാക്കി. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, എന്താണ് അവിടെ സംഭവിച്ചത്? വീണ, കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ മാലിന്യങ്ങൾ, അതായത് RCC റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് ഉൾപ്പെടെയുള്ള മെഡിക്കൽ മാലിന്യങ്ങൾ തമിഴ്നാട്ടിൽ തള്ളുന്നതായിട്ടാണ് പരാതി. തമിഴ്നാട് തിരുനെൽവേലിയിലെ ചില ഗ്രാമപ്രദേശങ്ങളിൽ, അതായത് കൊടുങ്ങല്ലൂർ, പാലാവൂർ, നടുക്കല്ലൂർ എന്നീ പ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളാണ് ഈ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളുന്നത്. നേരത്തെ അവിടെ അറവ് മാലിന്യങ്ങൾ തള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി നേരത്തെ തന്നെ അവിടെ നിലനിന്നിരുന്നതാണ്. ഇതിപ്പോൾ ബയോമെഡിക്കൽ മാലിന്യങ്ങളാണ് വലിയ രീതിയിൽ തള്ളുന്നത്. ഇതിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. ഈ തള്ളിയ മാലിന്യങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ കൊണ്ടുവരുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പോലീസിൽ പരാതിപ്പെട്ടിട്ടുൾപ്പെടെ അതിൽ കൃത്യമായൊരു നടപടി ഉണ്ടായിട്ടില്ല. അതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാണ്. പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. കേരളത്തിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നുള്ളതാണ് അണ്ണാമലൈ പറയുന്നൊരു കാര്യം. അദ്ദേഹമാണ് ഈ വിവരം മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഇതേ രീതിയിൽ തുറസായ സ്ഥലത്ത് ഇടുന്നത് തന്നെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ പുറംതള്ളിയതിനു ശേഷം 48 മണിക്കൂറിനുള്ളിൽ തന്നെ അത് സംസ്കരിക്കണം എന്നുള്ളതാണ് ചട്ടം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ RCCയിലെ മെഡിക്കൽ മാലിന്യങ്ങളോടൊപ്പം തന്നെ മറ്റു പല വിവരങ്ങളുമുണ്ട്. അതായത് ഈ കീമോ ചെയ്യുന്നതിന് മുന്നായിട്ട് വാങ്ങുന്ന അനുമതി, കത്തീറ്റർ ഇടുന്നതിന് മുൻപായിട്ട് വാങ്ങിക്കുന്ന അനുമതിയുടെ പത്രം, അതോടൊപ്പം തന്നെ രോഗിയുടെ പേര്, വിവരങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന പേപ്പറുകൾ, അതൊക്കെ തന്നെയാണ് ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾക്ക് ഒപ്പമുള്ളത്. ഇത് ഏത് രീതിയിലാണ് ഇത്തരത്തിൽ അവിടേക്ക് എത്തിയതെന്നത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്നുള്ളതാണ് രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ 2 സ്ഥാപനങ്ങൾക്കാണ് ഈ ഒരു മെഡിക്കൽ മാലിന്യങ്ങൾ നൽകുന്നത്. അതായത് ഒന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, IMAയുടെ നിയന്ത്രണത്തിലുള്ള ഇമേജ് എന്ന സ്ഥാപനമാണ് ഈ മെഡിക്കൽ മാലിന്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അത് പണം നൽകി അത്തരത്തിലാണ് ഈ അത് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ മാത്രമാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് IMA പറയുന്നൊരു കാര്യം. ബാക്കിയുള്ള മാലിന്യങ്ങൾ, അതായത് ബയോമെഡിക്കൽ അല്ലാത്ത മാലിന്യങ്ങൾ മറ്റൊരു കമ്പനിക്കാണ് നൽകുന്നത്. സേവേജ് എക്കോ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിക്കാണ് ഇത് നൽകുന്നത്. ഇതല്ലാതെ മറ്റു കമ്പനികൾക്കും ഇതേ രീതിയിൽ മാലിന്യങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ള ഒരു വിവരമുണ്ട്. ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നത് ഈ 2 കമ്പനികൾക്കാണ് നൽകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് നേരത്തെ ഇതിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ആശുപത്രികളിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ഉടൻ ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അതിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. പിന്നീട് ഈ ആശുപത്രികളിലെ മെഡിക്കൽ മാലിന്യങ്ങൾ ഇമേജ് തന്നെ ഏറ്റെടുക്കാത്തൊരു സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ഈ വലിയ തുക കുടിശ്ശിക ഉള്ളത് കൊണ്ട് തന്നെ ഇമേജ് ഈ വേസ്റ്റുകൾ എടുക്കുന്നത് ഉൾപ്പെടെ കുറഞ്ഞിരുന്നു. പിന്നീട് ഈ കുടിശ്ശിക തുക കുറേശ്ശെയൊക്കെ ജനം TV തുടർച്ചയായി വാർത്ത നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവർ മാലിന്യം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും പ്രതിദിനം ഏതാണ്ട് 38-നും 42 ടണ്ണിനും ഇടയിലാണ് മാലിന്യങ്ങളാണ് RCC ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ നിന്ന് പ്രതിദിനം പുറന്തള്ളുന്നത്. ഏതായാലും ഈ മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ തമിഴ്നാട്, അതും കേരളത്തിൽ നിന്നും ഈ മാലിന്യങ്ങൾ തമിഴ്നാട് തിരുനെൽവേലിയിലുള്ള ഗ്രാമപ്രദേശങ്ങളിൽ കൊണ്ടിടുക എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്, ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായൊരു പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും കടക്കേണ്ട കാര്യമുണ്ട്. അന്വേഷിക്കുമെന്ന് പറഞ്ഞു ഒഴിയുകയാണ് രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ചെയ്ത ഒരു കാര്യം. ഏതായാലും ഇതിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ BJPയുടെ തീരുമാനം. അണ്ണാമലൈ ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് സംഘടിപ്പിക്കും. ഇത്തരത്തിലുള്ള വേസ്റ്റ് ഇനിയും നിക്ഷേപിക്കുവാണെങ്കിൽ കേരളത്തിലേക്ക് തന്നെ അത് തിരിച്ചയക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി രശ്മി.